നമ്മുടെ കേസിൻ്റെ അപ്ഡേറ്റ്സ് ഇപ്പോൾ എന്താ? ഇപ്പോൾ എന്തിനാ പോലീസ്? അപ്ഡേറ്റ്സ് ആണ് ഞാൻ തിരക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഞാൻ ഇത് കൂടാതെ 2 പ്രാവശ്യം വന്നു. 2 പ്രാവശ്യം വന്നപ്പോഴും അപ്ഡേറ്റ് ഇല്ല, ജീവനില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ആദ്യം ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ കോടതിയിൽ തിരക്കാൻ പറഞ്ഞു. കോടതിയിൽ പേപ്പർ കൊടുത്ത് കോടതിയിൽ തിരക്കി. കോടതി തിരക്കിയപ്പോഴത്തേക്ക് ലിസ്റ്റ് അതെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ പേപ്പർ ആകെ 2 ഇതേ ഉള്ളൂ. 2 വെച്ചാൽ ആകെ എൻ്റെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റും പരാതിയും എൻ്റെ ആദ്യം ഇവിടെ കൊടുത്ത 10:30 രാത്രി 10:30 കൊടുത്ത പരാതിയും മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് ഒന്നാമത്തെ കേസ്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ തിരക്കിയപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ കോടതിയിലല്ലേ പരാതി കൊടുത്ത്, കോടതിയിൽ പോയി തിരക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെയല്ലേ പരാതി എന്ന്, എൻ്റെ കേസ് ഇവിടെയല്ലേ നോക്കുന്നത് സാറേ. ഞാൻ അങ്ങനെ പറയാനെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇറങ്ങി മടുത്ത്. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് ചോദിച്ചപ്പോൾ പറയണത് നിങ്ങൾ വക്കീലിൻ്റെ അടുത്തോ കോടതിയുടെ അടുത്തോ തിരക്കിയാൽ മതി, ഇവിടെ ഒരു ഡീറ്റെയിൽ തരാൻ വഴിയില്ല, അങ്ങനെയാണെന്ന് പറഞ്ഞ് കൈ ഒഴിയുകയാണ് ചെയ്തത്. അതായത് ഞാൻ നോക്കിയിട്ട് ഈ സംഭവം 2 പേപ്പർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, വേറെ ഒരു വകയും ഇല്ല, ഇവരന്വേഷിക്കുന്നില്ല. അതായത് മേയർ മേഡത്തിൻ്റെത് ഇത്ര വലിയൊരു കെട്ട് പേപ്പർ, ഇത്രയും കെട്ട്, അതായത് DVR, യാത്രക്കാരൻ്റെ മൊഴി, പിന്നെ കണ്ടക്ടറിൻ്റെ മൊഴി, ഇതെല്ലാം വെച്ച് ഒരു വലിയൊരു കെട്ട് പേപ്പർ തന്നെ. ഞാൻ കുറച്ച് നോക്കിയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് മതിയായി. എന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ 2 ഒരു സ്റ്റേഷൻ്റെ സർക്കിളിൽ വരണതാണ്. അതായത് കൺട്രോൾമെൻറ്റ് സ്റ്റേഷനും മ്യൂസിയവും ഒരാളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് 2 പേർക്കും 2 നീതിയും 2 നിയമങ്ങളുമാണ്. പാവപ്പെട്ടവനെ ചവിട്ടി തയ്ച്ച് അവനെ ഒട്ടിക്കുക, അവനെ ഇപ്പോൾ എന്ത് ചെയ്താലും ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ. ഇവർ കേസ് ഒതുക്കാനല്ല, അടുത്ത് എന്നെ പ്രതിയാക്കാനാണ്. എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചിപ്പോൾ ഞാനിവിടെ കയറി സത്യാഗ്രഹമോ അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ സാർ അടുത്ത് എൻ്റെ പേരിൽ കേസെടുത്ത് നടപടിയാക്കി അകത്താക്കാനല്ലേ പ്ലാന്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ പ്രതികരിക്കും. എന്താ വെച്ചാൽ നീതിയുള്ളവനെ നീതി കിട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാ ജനങ്ങളും ചേർന്ന് ജനകീയ പ്രക്ഷോഭമായിട്ട് കൊണ്ട് അത് എന്നെ ഒറ്റയ്ക്ക് നടന്നു കഴിഞ്ഞാൽ ഇവരെന്നെ പൂട്ടും. ഒറ്റയ്ക്ക് നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവരെൻ്റെ പേരിൽ കേസെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അതാണ് മറ്റേ കേസ് അന്വേഷിക്കാതെ. അത് അന്വേഷിച്ച് ഞാൻ വണ്ടി റിക്കവർ ചെയ്തോ 3 പേര് മേയർ പോട്ട് MLA പോട്ട്, ഇവരല്ലാതെ ആ വണ്ടി തടഞ്ഞ പയ്യ ഉണ്ടല്ലോ, അവനെ എതിരെ എന്ത് കേസെടുക്കാത്ത, ഞാൻ വണ്ടി എന്ത് റിക്കവർ ചെയ്യാത്ത എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചൂടായി. അതുവരെ സ്നേഹത്തിൽ ഭയങ്കര സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. എൻ്റെ അടുത്ത് ചൂടായി. CI നല്ല രീതിയിൽ പരോക്ഷമായിട്ട് തന്നെ പറഞ്ഞു കോടതിയിൽ പോയി നോക്കാൻ പറഞ്ഞു. ഇനി കോടതി വഴി തന്നെ മൂവ്മെൻറ്റ് ചെയ്താലേ നടക്കുകയുള്ളൂ, ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഇവിടെ മെമ്മറി കാർഡിൻ്റെ അപ്ഡേറ്റ് അതെനിക്കറിയത്തില്ല, അത് തമ്പാനൂരാണ്. ആ മെമ്മറി കാർഡിൻ്റെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ അത് കിട്ടാൻ വഴിയില്ല. അതിൻ്റെ ബാക്കിൽ നിന്ന് ഞാൻ പോകാത്ത തന്നെ എന്താണെന്ന് വെച്ചാൽ അത് എപ്പോഴേ കത്തിച്ച് കളഞ്ഞാണ്. വണ്ടി കത്താത്ത ഭാഗ്യമല്ലേ. അതിപ്പോൾ ഞാൻ നടന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. അപ്പം മെമ്മറി കാർഡിൻ്റെ അവസ്ഥ ഏതായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. വന്ന് ചോദിച്ച് കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഞാൻ മിണ്ടാതെ അവർ പറയണേ കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവരെ ഹാപ്പിയാണ്. ഞാൻ ചോദ്യം തിരിച്ച് ചോദിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തത്. അത്രേ ഉള്ളൂ. അല്ല അവരാരും ഒന്നും സമീപിച്ചിട്ടുമില്ല, ഒന്നും ഇല്ല, വേറെ ഒരു കാര്യങ്ങളും ഇല്ല, സമീപിക്കൊന്നുമില്ല. അതറിയാം. എന്ന് വെച്ചാൽ ഞാൻ എല്ലാത്തിനും റെക്കോർഡ് ചെയ്യും. ഞാൻ ഏതൊരു കോൾ വന്നാലും റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇവിടെ വിളിച്ചു ചോദിച്ചാലും നേരിട്ട് വരാനേ പറയുള്ളൂ, ഫോണിൽ കൂടെ സംസാരിക്കില്ല. ഭീഷണിയുണ്ട്, ഒരു സൈഡിൽ നിന്നുണ്ട്. നമുക്ക് ഭീഷണി ഉണ്ടായാലും നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. പ്രതിഷേധം ഉണ്ടാവാൻ ഞാൻ ഒറ്റയ്ക്ക് പ്രതിഷേധം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സ്റ്റേഷനിൽ വന്ന് ഉപരോധമോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പിടിച്ച് അകത്ത് കേസ് എന്തെങ്കിലും കേസിൽ അകത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുക. അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സംസാരിക്കാൻ വെളിയിൽ ആരും കാണൂല. ഞാൻ അകത്ത് കിടക്കുമ്പോഴത്തേക്ക് പിന്നെ എന്ത് ചെയ്യുക, കേസിൽ പിന്നെ ഒരു തുമ്പും ഉണ്ടാവില്ല, പിന്നെ എല്ലാം എനിക്കെതിരായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രതിഷേധം നടയിൽ കയറി ഇരിക്കുക. എനിക്ക് അറിഞ്ഞുള്ളതുകൊണ്ടല്ല, പക്ഷേ ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഒരു പാർട്ടിയോ ഒരു സംഘടന, ഞാൻ സംഘീയ എന്നൊക്കെ പറയുന്നു എങ്കിൽ ഇപ്പോൾ BJP എങ്കിലും കണ്ടാനെ. ഒരു പാർട്ടിയില്ല, ഒരു പാർട്ടിക്കാരും ഇല്ല. അത്രയ്ക്ക് ഭയങ്കര ഇതാണ്. ജനങ്ങളെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യണമല്ലാതെ ആരും പരോക്ഷമായിട്ട് ഇവിടെ പ്രതികരിക്കാനോ ആരും വരുന്നില്ല. ഒറ്റയ്ക്ക് നിന്ന് പ്രതികരിച്ചാൽ തന്നെ എന്ത് ചെയ്യും? അല്ല, ആരെയും കണ്ടില്ല, ആരും എന്നെ വന്ന് കാണാനും വന്നില്ല. പിന്നെ നമ്മുടെ കൗൺസിലർമാരൊക്കെ വന്നിട്ടുണ്ട്, അല്ലാതെ വേറെ ഇല്ല, ഒന്നുമില്ല. KSRTC അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ എനിക്ക് പ്രക്ഷോഭം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അറസ്റ്റ് ചെയ്യൂല. ഇനി ചെയ്യേണ്ടത് സാഫല്യത്തിൻ്റെ ഇവിടെ 10:30 ആകുമ്പോഴത്തേക്ക് ഒരു കാറും കൊണ്ടിട്ടിട്ട് കിടന്നിട്ട് ഏതെങ്കിലും KSRTC ബസ് വരുമ്പോൾ നടുക്ക് അവരിട്ട പോലെ ഇടുക. എൻ്റെ പേരിൽ കേസ് എടുക്കില്ലെന്ന് എനിക്കറിയണം. അത് ഇനി തീരെ നിവർത്തിയില്ലെങ്കിൽ അതൊക്കെ ചെയ്യും.
എന്ന് വെച്ചാൽ അത് തന്നെ ചെയ്യുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അവരെ പേരിൽ കേസ് എടുത്തില്ല, അപ്പോൾ എൻ്റെ പേരിലും കേസ് എടുക്കാവോ ഇല്ലേ എന്ന് എനിക്കൊന്ന് അറിയണം. അത് ചെയ്യുക തന്നെ ചെയ്യും. തീരെ നിവൃത്തിയില്ലെങ്കിൽ ഇവർ മുന്നോട്ട് കേസ് ഒരു തരി പോലും ഇവർ നീക്കിയിട്ടില്ലെന്നാണ്. ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളാണ് ആ പയ്യനും ആ പയ്യൻ്റെ ഭാര്യയും ഈ വേറൊരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു. അവരെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, വണ്ടി റിക്കവർ ചെയ്തില്ല? അതാണ് എൻ്റെ ചോദ്യം. അത് ചോദിച്ചതാണ് സാറിന് ദേഷ്യം വന്നത്. പിന്നെ ഇപ്പോൾ ചുമ്മാ വീട്ടിൽ നിൽക്കുന്നു. ചിലവന്ന് പരിതാപകരമായതുകൊണ്ടല്ലേ ഇപ്പോൾ വന്ന് തിരക്കുന്നത്. നമുക്ക് ജോലിക്ക് കയറാതെ ജീവിക്കാൻ പറ്റുമോ? അവർക്കൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഇരുന്നാലും പൈസ കിട്ടും, നമുക്കതല്ല. അല്ല, വണ്ടി തരാൻ ഓടിക്കുന്ന പറഞ്ഞ് ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവർക്കും ഒരു പേടിയാണ്. നാളെ ഒരു 5 പെൺപിള്ളേരെ കയറ്റിയിട്ട് ഈ ചേട്ടൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കേസായി, വണ്ടിക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെയും ബുദ്ധിമുട്ടിക്കാൻ പോകാത്തത്. അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഞാൻ കാരണം ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിച്ചു. എന്നാലും ഇവർ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നീതി കിട്ടാൻ സാധ്യത പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറവാണ്, സാധ്യത നല്ല ഒട്ടുമില്ല. ഇവിടെ നിന്ന് കുറവാണ്. കോടതി വഴി വല്ലതും നടക്കണമെങ്കിൽ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. കുട്ടിയൊക്കെ അച്ഛൻ്റെ തയ്യൽ മിഷൻ്റെ 2 ഇത് വന്നപ്പോഴത്തേക്ക് അങ്ങനെയാണ് റെഡിയായത്. പിന്നെ അച്ഛൻ കുറവാണ്, ഇപ്പോൾ സെയിൽ കുറവാണ്, ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കുട്ടിയെ വിടുന്ന കാര്യം എന്ന് വെച്ചാൽ അവൻ സ്കൂളിൽ ഇപ്പോൾ റെഡിയായി. അവൻ്റെ ഭാഗ്യം കൊണ്ട് നമ്മളാരെയും ദ്രോഹിക്കണമെന്ന് കരുതിയിട്ടുമില്ല, നമ്മളാർക്കും ദോഷം വരണമെന്ന് കരുതിയിട്ടില്ല. പക്ഷെ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതായത് അവൻ മടുത്ത് പോകണം എന്ന് വെച്ചാൽ പൈസ സാമ്പത്തികം ഇല്ലാതെ വരുമ്പോൾ അവൻ മടുത്ത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് അല്ലെങ്കിൽ എന്നെ ഇനി കൊല്ലണം. ഇവർക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ ഇതെനിക്ക് നീതി കിട്ടണം. നീതി കിട്ടാതെ നിവർത്തിയില്ല, നീതി കിട്ടിയേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോകും. ഇത്രയാണ്. ഗണേഷ് കുമാർ നമ്മളെ സാറൊന്നും തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി ഒന്നും മിണ്ടുന്നില്ല എന്നാൽ സാറിനൊന്നും മിണ്ടാൻ പറ്റൂല. അതാണ് അവസ്ഥ. ഘടകകക്ഷിയാകുമ്പോൾ എത്രത്തോളം മിണ്ടാൻ പറ്റുമെന്ന് നമുക്കറിയാമെന്നുള്ളതിൽ സാറിന് ചെയ്യാൻ പറ്റും, സാറിനെ ചെയ്യാൻ സമ്മതിക്കില്ല. അതാണ് സാറിന് അങ്ങനെ ഇടയ്ക്ക് സാറ് പറഞ്ഞു പോലീസ് കേസ് അന്വേഷിക്കട്ടെ എന്ന് ഒരു വാക്ക് പറഞ്ഞു, കേട്ടായിരുന്നോ ചാനലിൽ? അതായത് പോലീസ് അന്വേഷിച്ച് എൻ്റെ പേരിൽ കേസ് കൊണ്ടുവരുമെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് സാറ് പറഞ്ഞു പോലീസ് അന്വേഷിക്കട്ടെ, നമുക്ക് KSRTCക്ക് ഒരു അന്വേഷണ സംഘമുണ്ട്. KSRTC അന്വേഷണ സംഘമുണ്ട്. ഞാൻ അത് എഴുതി കൊടുത്ത് വിജിലൻസ് വിഭാഗം ഉണ്ടായിരുന്നു, വിജിലൻസ് വിഭാഗം അന്വേഷിച്ച് റിപ്പോർട്ടും കൊടുത്തതാണ് സാറിന്. എനിക്കെതിരായിട്ടല്ല, എനിക്ക് അനുകൂലമായിട്ടാണ് കൊടുത്തത്. എന്നിട്ട് സാറ് നടപടി എടുത്തിട്ടില്ല. KSRTC ഇപ്പോൾ വേറൊരു വ്യക്തിയോ ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ, ബസ് തടഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ജയിലിടിഞ്ഞാൽ പോലും വെളിയിലിറങ്ങൂല. അതിൻ്റെ കെട്ടിവെക്കേണ്ടി വരും. നമ്മൾ എത്ര എമൗണ്ട് KSRTC പറയുന്നു ആ എമൗണ്ട് കെട്ടിവെച്ചാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അത് സ്വാഭാവികമാണ്, മൊത്തത്തിലുള്ള എല്ലാവർക്കും അറിയാമെന്നുള്ളതുമാണ്, പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. ഇപ്പോൾ ഇവർ ചെയ്തിട്ട് അതിനുള്ള മറുപടി ഒരു മെമ്മറി കാർഡിൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു മെമ്മറി കാർഡല്ലേ 150-200 രൂപ അത്രയേ ഉള്ളൂ. ഗതാഗത മന്ത്രിക്ക് അത്രയേ ഉള്ളൂ. അപ്പം ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ അത് വേറെ വലിയ വിഷയമായേനെ, നല്ല വാർത്തയായേനെ. അപ്പോൾ എതിരെ നിൽക്കുന്ന ആൾക്കാർ അത്രയ്ക്ക് ശക്തന്മാരായതുകൊണ്ട് നമുക്ക് എതിർക്കാൻ പറ്റാത്തതുകൊണ്ട് സാറിന് പോലും എതിർക്കാൻ പറ്റില്ല. പിന്നെയാണ് നമുക്ക് സാറിന് പോലും അത് മറുത്ത് കയറ്റാനുള്ള, ജോലിക്ക് കയറ്റാനുള്ള അധികാരം പോലും സാറിന് ഇല്ല. അതാണ് കുഴപ്പം. ഇനി മുന്നോട്ട് കോടതിയിൽ ഇതെന്തെങ്കിലും ആയാലല്ലേ KSRTC ഒന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കാം. ഇവർ പറഞ്ഞു വിടുന്നില്ലല്ലോ. പറഞ്ഞു വിട്ടാലല്ലേ പറ്റുള്ളൂ. നമുക്കിപ്പോൾ നിലവിൽ എനിക്കൊരു പേപ്പർ തന്നിട്ടില്ല, ഒരു ഡീറ്റെയിലും തന്നിട്ടില്ല. KSRTCയുടെ ഭാഗത്തുനിന്ന് ഒരു ഡീറ്റെയിൽ ഇന്ന് വന്ന ഒരു പേപ്പർ ഉണ്ടായിരുന്നു, അത് തിരക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് തമ്പാനൂർ. അപ്പോൾ ഇവിടെയും കൂടെ കയറി തിരക്കാമെന്ന് വിചാരിച്ചു. KSRTC റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഞാൻ കൊടുത്തതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഇത്. കേരള സ്റ്റേറ്റ് പബ്ലിക്, അതായത് FT ആണ്, റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ. സൂചനകളെ ശ്രദ്ധിച്ച് ക്ഷണിക്കുകയും താങ്കൾ സമർപ്പിച്ച അപേക്ഷയിൽ ചോദ്യങ്ങൾ മറുപടി ഇക്കാര്യത്തിൽ അവർക്ക് ലഭ്യമല്ല എന്നാണ് ട്രാൻസ്പോർട്ട് ഭവൻ പറഞ്ഞേക്കണത്. ഡിപ്പോയിൽ പോയി തന്നെ തിരക്കണമെന്ന് ചോദിച്ചത്. എനിക്ക് വണ്ടി ജോലിക്ക് കയറണം, ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയണം. ശമ്പളം എല്ലാം തന്നിട്ടുണ്ടോ, ശമ്പള ഡീറ്റെയിൽ അറിയണം. പിന്നെ ഡ്യൂട്ടി രേസ് ഇതറിയണം. ഇതിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ അവർ ട്രാൻസ്പോർട്ട് ഭവനിൽ നിന്ന് അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒന്നുമില്ല, ഡിപ്പോയിൽ പോയി തിരക്കാനാണ് തന്നെ. ഡിപ്പോയിൽ പോയപ്പോഴത്തേക്ക് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നില്ല. അതാണ് കേസ്. നമ്മളെങ്ങനെയായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുക,
നമ്മളെ എന്തെങ്കിലും ചെയ്തു പോകൊണ്ടിരിക്കുക. അതായത് നമ്മളെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിച്ച് അവന് ജോലിയും കൂലിയും ഇല്ലാതെ അവൻ വെള്ളം കുടിക്കാതെ ചാവട്ടെന്നാണ്. അതായത് ജോലിയില്ലാതെ വരുമ്പോൾ നമുക്ക് സ്വാഭാവിക ഒരു മനുഷ്യനല്ലേ, കുടുംബവും കാര്യങ്ങളും പ്രാരാബ്ദങ്ങളും ലോണും കാര്യങ്ങളും, വണ്ടി പെട്രോൾ അടിക്കണം, വണ്ടിയിലെ മറ്റേ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ജോലിയുള്ള KSRTC ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്ക് ജീവിക്കാൻ വയ്യ. അതായത് ശമ്പളം ലേറ്റാണ്, 1-ാം തീയതി ശമ്പളം തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നത് ഇപ്പോൾ കൊടുത്തില്ലെന്നാണ് പറയുന്നത്. ഇതാണ് അവസ്ഥ. നമ്മുടെ അവസ്ഥ അങ്ങനെ പരിതാപകരമാണ്. ഏത് സർക്കാർ ജോലിക്കുണ്ട് ശമ്പളം ഇല്ലാത്ത ജോലി? ഏത് സർക്കാർ ജോലിക്കാണുള്ളത്? നമ്മൾ KSRTC ഡ്രൈവർമാരായിട്ട് അത്രയ്ക്ക് റോഡിൽ കിടന്ന് പട്ടികളെ പോലെയാണ് പണിയെടുക്കുന്നത്. പട്ടികളെ പോലെ പണിയെടുത്ത് വല്ലവരും വായിരിക്കുന്ന അടിയും ഇടിയൊക്കെ വാങ്ങിച്ച് പിടിച്ചിട്ട് നമുക്ക് ഇതാണ് അവസ്ഥ.